ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാർ വരെയാണ്. അപ്പം നമ്മൾ കാറിലാണ് പോണേ. ഞങ്ങൾ 5 പേരാണ്. ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഒരു ചേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ മൂന്നാറ് കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളും പെട്ടെന്ന് തന്നെ തീരുമാനിച്ചാണ് മൂന്നാർ പോകാന്ന്. വൺ ഡേ ട്രിപ്പാണ്, ഇന്നലെ തിരിച്ചു വരും. അപ്പം എന്തായാലും പോയിട്ട് ചില്ല് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം അതെ പറഞ്ഞ ആളതേ നടന്നു തന്നെ. ഹായ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയേക്കാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയാണ് കട. നല്ല വൈബ് പിടിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് നിർത്തിക്കാണ്. അടിപൊളിയായിട്ട് ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര. ഓക്കെ ബൈ. ഓക്കെ ബൈ. എത്തിയിട്ടില്ല, പക്ഷെ നമ്മള് അടിമാലി കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മള് മൂന്നാർ എത്തിച്ചേരുന്നതായിരിക്കും ഗൈസ്. ടാറ്റാ ബൈ ബൈ. കാടാണ്, ലൊക്കേഷൻ ഒന്നുമില്ല. ചായ വട, ചായ വട. കുറങ്ങാൻ അയ്യോ, നമ്മളിപ്പോ മൂന്നാർ എത്തിയിട്ടില്ല. നമ്മളൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ ഇവിടെ നല്ല ചായയും ഉഴുന്നോടി ഉണ്ട്. ചായ ഉഴുന്നോടിയും കഴിക്കാൻ നിർത്തിയേക്കാണ് കണ്ട വ്യൂ പോയിന്റ്. മൈക്കെടുക്കാൻ ബൈ ബൈ. അങ്ങനെ ഡെസ്റ്റിനേഷൻ 1 ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ആരംഭിക്കുകയാണ്. പോയി ഹോട്ടലിലെ പേരറിയില്ല, പുറത്തിറങ്ങിയിട്ട് നോക്കാം. മമ്മി ഈ ഒരു ഹോട്ടലിലാണോ എന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ലൊരു അയ്യോ അമ്മേ. നമ്മള് പോകുന്ന വഴിക്ക് നല്ല തേയിലത്തോട്ടം കണ്ടപ്പോ നോക്കൂ കാണൂ ഈ പ്രപഞ്ചം. അപ്പൊ നമ്മ ഓരോ സ്ഥലങ്ങൾ കണ്ടിങ്ങനെ നടക്കാണ്.
ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഇതേ ഇവിടെ കാണാൻ തേയിലത്തോട്ടം, ചുറ്റിലും ഫുൾ വെയിലുണ്ടെങ്കിലും അതിന്റെ ഒരു ചൂടില്ല, തണുപ്പും വെയിലും മിക്സ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ശരിക്കും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ശരിക്കും ഇപ്പോഴല്ല ഇതിന്റെ ക്ലൈമറ്റ്. ഇവിടെ ചോദിച്ചു പറഞ്ഞത് ജനുവരി ഫെബ്രുവരിയിലായിട്ടാണ് ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവരുടെ ക്ലൈമറ്റ് അല്ല എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ ക്ലൈമറ്റ് ഉള്ള പോലെയാണ്. ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞ ഇതാണ് ഗൈസ്. ഇതിൻ്റെ ഒരു സുഖം, വണ്ടി ഇതിൽ കൂടെ ഓടിക്കുമ്പോൾ ഒരു സുഖം, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. നമ്മ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പാണ്, ലോങ്. ഇനി കാണാം. നമ്മ വീണ്ടും ഒരു വ്യൂ പോയിന്റിന്റെ അവിടേക്ക് പറയാനുള്ളത്. ഇത്ര നേരത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ? എല്ലാം നല്ലത് തന്നെ. Wanna come a little closer? ഇതിന്റെ ഉള്ളിലേക്ക് കയറാം, വീഡിയോ കൊണ്ട് എടുത്തുകൊണ്ട് കയറാലോ. ഇവിടെ ഒരു കള്ളം പണ്ട് താമസിച്ചിരുന്നു എന്നാണ് ശാസ്ത്രം. ഇതിന്റെ ഉള്ളില് താമസമായിട്ട് പോവില്ല, ചിത്രം വരെ ഉള്ളൂ. മതില് ഒരാൾക്ക് ചെളിയൊക്കെ ഒരാൾക്ക് താമസിക്കാതെ മതിയില്ല. ചെളി, ഭയങ്കര ചെളി. Wanna come a little closer? In your eyes, I'll trade it with mine. Is now or never. I'm tired of guessing so dumb. You wanna come a little closer? Come over to my side. Take me for a ride. We'll live and talk. We'll scream and shout throughout the night. Cause you know I am the fire. I got a feeling. Don't you wanna come a little closer? മൂന്നാർ കുണ്ടാല ഡാം, അത് കഴിഞ്ഞ് പിന്നെ കുണ്ടാല ലേക്ക് ഉണ്ട്, പെഡസ്റ്റൽ ബോട്ട് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ആ ബോട്ടിലേക്ക് പോവാണ്, ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, ബോട്ടിങ്ങിന്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബോട്ടിങ്ങിന്റെ റേറ്റ്. അപ്പൊ നമ്മ പെഡൽ ബോട്ടിൽ കയറാൻ പോവാണ്. പെഡൽ ബോട്ടിന് 4 പേർക്ക് പറയണ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 രൂപയാണ്. നമ്മ അതിൽ കയറാൻ പോവാണ്. ബോട്ട് വന്നിട്ടില്ല, നല്ല തിരക്കുണ്ട്. ഒരു പ്രാവശ്യം ഡെൻഡേലിൽ പോയപ്പോൾ ഞാൻ കയാക്കിങ് ചെയ്തിട്ടുണ്ട്. പെഡൽ ബോട്ട് ഇതുവരെ കയറിയിട്ടില്ല, ഇന്ന് കയറി നോക്കിയിട്ട് എക്സ്പീരിയൻസ്. ഗുഡ്. റിവേഴ്സ് ഗിയറാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നല്ലത് അല്ലേ, അധികം വിലയില്ല.
എന്നാ അങ്ങോട്ട് റിവേഴ്സ് പോയാലാ തിരിച്ചിട്ട്. ഇനി ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചെറുതായിട്ട് മഴത്തുള്ളി അപ്പൊ നമ്മുടെ കയാക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പൊ ബോട്ടിങ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർക്കൊക്കെ അതേ ഇവിടെ ഊഞ്ഞാലുണ്ട്, റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്, പ്രായമുള്ളവർക്കായാലും ഇരിക്കാൻ. അപ്പം അവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ട്. നമ്മ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും നിൽക്കണല്ലേ, നമ്മൾ നേരെ വിടാണ് അടുത്ത സ്ഥലത്തേക്ക്. വണ്ടി പിന്നത്തെ ചെറിയ ഔട്ടിങ്ങും അതേപോലെ മൂന്നാർ ട്രിപ്പും ഫുഡ് കഴിക്കലൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇപ്പം ഞങ്ങളിവിടെ ഒരു ചോക്ലേറ്റ് കടയിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ കുറച്ച് വാങ്ങി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു. ഭക്ഷണമായാലും അതേപോലെ കണ്ടിരുന്ന സ്ഥലങ്ങളായാലും മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മൂന്നാറിന് തിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഏകദേശം ഒരു 8 മണി 8:30 കൂടെ നമ്മൾ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം എന്തായാലും ഒരു മൂന്നാർ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ വഴിയിൽ കുറച്ചു കഴിയുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങാം. ഇത് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിന്ന് വാങ്ങിച്ച ജെല്ലി മിഠായിയാണ്. നമ്മൾ പിന്നെ മാഷ്മെല്ലോ വാങ്ങിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ ഫുൾ പവർ ആണ്. ഇന്നത്തെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടു? അടിപൊളി